നമസ്കാരം സുഹൃത്തുക്കളെ, ശിവകാർത്തികേയൻ മെയിൻ ക്യാരക്ടറായി അഭിനയിച്ച പരാശക്തി എന്ന് പറയുന്ന തമിഴ് സിനിമയുടെ മൂവി എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സിനിമയുടെ തുടക്കം 1959 നടക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. തിരുച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിനെ കാണിക്കുന്നുണ്ട്. ഈ ട്രെയിനിൽ സാധാരണ ആൾക്കാർ മാത്രമല്ല, ഒരുപാട് രാഷ്ട്രീയക്കാരുമുണ്ട്. ഈ രാഷ്ട്രീയക്കാർക്ക് ആവശ്യമായ സുരക്ഷിതത്വം ഒരുക്കുന്നത് തിരു എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറാണ്. തിരുച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ട്രെയിനിനെ ട്രെയിൻ ട്രാക്കിന്റെ നടുവിൽ മുഖം കർച്ചീപ്പ് കൊണ്ട് മൂടിയ ഒരാൾ ട്രെയിൻ തടയുകയാണ്. അത് വേറെ ആരുമല്ല, സിനിമയുടെ നായകനായ ശിവകാർത്തികേയൻ തന്നെയാണ്. ട്രെയിൻ നിർത്തുന്ന സമയത്ത് ഇയാൾ ഒറ്റയ്ക്കാണോ ട്രെയിൻ തടഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ട്രെയിൻ നിർത്തിയ സമയത്ത് തീപ്പന്തങ്ങളുമായി ഒരുപാട് പേർ ആ ട്രെയിനിനെ വളയുന്നുണ്ട്. ഇവർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം മുഴുവനും ഒറ്റ ഭാഷയാക്കണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിനെ എതിർക്കുന്ന സംഘത്തിൽപ്പെട്ട സ്റ്റുഡൻസുകളാണ് ഇവർ എല്ലാ പേരും. ഈ സംഘത്തിൽ തമിഴ് സ്റ്റുഡൻസുകൾ മാത്രമല്ല, മലയാളികളും കന്നഡക്കാരും എല്ലാം ഉണ്ട്. മുഖം മൂടി ധരിച്ച് തീപ്പന്തവുമായി എത്തിയ അവർ ആ ട്രെയിനിലെ യാത്രക്കാരെ എല്ലാം ഇറക്കി വിട്ടതിന് ശേഷം ട്രെയിനിന് തീ കൊളുത്തുന്നു. ഈ സമയത്താണ് വില്ലനായ തിരുവും നായകനും നേർക്കുനേർ കാണുന്നത്. ഇവർ തമ്മിൽ സംഘട്ടനമുണ്ടാകുന്നു. ഈ സംഘട്ടനത്തിന്റെ ഭാഗമായി വില്ലന്റെ ഒരു വിരൽ നഷ്ടപ്പെടുന്നു. നായകന്റെ മുഖം കർച്ചീഫ് കൊണ്ട് മൂടിയിരുന്നത് കൊണ്ട് വില്ലന് നായകനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ നായകന്റെ നെഞ്ചിൽ ഒരു തമിഴ് അക്ഷരം പച്ച കുത്തിയിരുന്നു. അത് വില്ലൻ നോട്ട് ചെയ്യുന്നുണ്ട്. തന്റെ വിരൽ നഷ്ടപ്പെടാൻ കാരണക്കാരനായവനെ താൻ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് തിരു തീരുമാനമെടുക്കുന്നു. തിരുവിന്റെ അമ്മ ഒരു ഹിന്ദിക്കാരിയായ സ്ത്രീയാണ്, അച്ഛനാണെങ്കിലോ തമിഴനും. അതുകൊണ്ട് തന്നെ തിരുവിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും തിരുവിനെ വിളിക്കുന്നത് മദ്രാസി എന്നാണ്. ഇത് തിരുവിന് ഒട്ടും ഇഷ്ടമില്ല. ഈ ഒരു ദേഷ്യവും അത് കഴിഞ്ഞ് ഹിന്ദി ഭാഷയ്ക്കെതിരെ ആര് സംസാരിക്കുന്നു അവരെ ഒരു രാജ്യദ്രോഹിയായിട്ടും ഹിന്ദിയെ എതിർക്കുന്നവരെ കൊല്ലാനും ഒരു മടിയില്ലാത്ത ആളുകൂടിയാണ് തിരു. ആൾക്കൂട്ടം ട്രെയിന് കത്തിച്ചത് എന്തിനാണ് എന്ന് ഗവൺമെന്റിന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി പ്രതിപക്ഷമായിരിക്കുമോ എന്നുവരെ അവർ സംശയിക്കുന്നു. എന്നാൽ തിരു കണ്ടുപിടിക്കുന്നു, ട്രെയിൻ കത്തിച്ചിരിക്കുന്നത് കെമിക്കൽ കൊണ്ടാണ്. കെമിക്കലിനെ കുറിച്ച് പഠിക്കുന്നവർ തന്നെയായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണവും തിരു കണ്ടുപിടിക്കുന്നു. റെയിൽവേയിൽ കുറച്ച് വേക്കൻസി ഉണ്ട് എന്ന് പത്രത്തിൽ ഒരു ന്യൂസ് വന്നിരുന്നു. ആ ന്യൂസ് വന്നിരുന്നതോ ഹിന്ദിയിലായിരുന്നു, ഇംഗ്ലീഷിൽ പോലും അല്ലായിരുന്നു. അതുകൊണ്ട് തമിഴ്നാട്ടിലുള്ള ആർക്കും ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പ്രതിഷേധമായിട്ടാണ് ട്രെയിൻ തന്നെ അവർ കത്തിച്ചത്. അടുത്ത് സിനിമയിൽ നായകനെ കാണിക്കുന്നുണ്ട്. രാത്രി എല്ലാവരും കൂടെ ചേർന്ന് ട്രെയിൻ കത്തിച്ചില്ലേ, ആ കൂട്ടത്തിൽ ഒരാൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അത് ഹീറോയുടെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. പിന്നീടാണ് ഹീറോയ്ക്ക് കാര്യം മനസ്സിലാകുന്നത്, തൻ്റെ ഫ്രണ്ട് ആ ട്രെയിൻ കത്തുന്നതിനിടയിൽപ്പെട്ട് മരിച്ചുപോയി എന്ന്. ഈ നായകനാണ് ഈ മരിച്ചുപോയ കൂട്ടുകാരൻ്റെ വീട്ടിൽ സംസാരിച്ച് അവൻ്റെ നാട്ടിൽ നിന്നും ഈ നാട്ടിലേക്ക് അവനെ പഠിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നതുപോലും. ഇപ്പോൾ ഈ നായകൻ കാരണം തന്നെ അവൻ മരിച്ചു പോയിരിക്കുന്നു. ഇതിൽ ഒരുപാട് മനം നൊന്ത നായകൻ ഒരു തീരുമാനമെടുക്കുന്നു. തമിഴ് ഭാഷയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പോരാട്ടം നായകൻ നിർത്താൻ തീരുമാനിക്കുന്നു. തൻ്റെ കൂടെയുള്ള സംഘത്തിനെയും നായകൻ പിരിച്ചുവിടുന്നു. ഇത് കഴിഞ്ഞ് സിനിമയിൽ 5 വർഷം കഴിഞ്ഞുള്ള സീനാണ് കാണിക്കുന്നത്. ഹീറോ ഇപ്പോൾ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു കാലത്ത് ഹിന്ദിക്കെതിരെ ഏത് ഗവൺമെന്റിനെയാണോ എതിർത്തത് അതേ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയാണ് ഇപ്പോൾ ഹീറോ ജോലി ചെയ്യുന്നത്. കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം ഹിന്ദിക്കാരാണ്. ഹിന്ദി മനസ്സിലാകാത്ത ഹീറോയ്ക്ക് അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇത് മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഇന്ത്യ മുഴുവനും ഹിന്ദി സംസാരിക്കണം എന്നൊരു രീതിയിലേക്ക് പോവുകയായിരുന്നു കേന്ദ്ര ഗവൺമെന്റ്. എന്നാൽ ഇതിനെതിരെ വലിയ എതിർപ്പൊന്നും തമിഴ്നാട് സർക്കാരും പ്രകടിപ്പിച്ചില്ല. ഇങ്ങനൊരു സംഭവം പോയിക്കൊണ്ടിരിക്കെ ഹീറോയ്ക്ക് ടീച്ചർ ആവാൻ വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഹീറോയ്ക്ക് ഇപ്പോഴുള്ള ജോലിയെക്കാട്ടിലും ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാൻ കഴിയും. പക്ഷേ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെങ്കിൽ ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിയണം. അതിനായി നായകൻ നായികയെ സമീപിക്കുകയാണ്. ഇവൾ ഹീറോയുടെ വീടിന്റെ എതിർവശത്ത് താമസിക്കുന്ന എംപിയുടെ മകളാണ്. ഇവർ ഒരു തെലുങ്ക് ഫാമിലിയാണ്. വളർന്നതെല്ലാം ഹീറോയുടെ നാട്ടിലാണ്. ഇവൾക്കാണെങ്കിൽ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാനും എഴുതാനും അറിയാം. അങ്ങനെ അവളിൽ നിന്നും ഹീറോ ഹിന്ദി പഠിക്കാൻ തുടങ്ങുകയാണ്. ഈ ഹീറോയ്ക്ക് ഒരു അനിയനുണ്ട്. അനിയന്റെ പേരാണ് ചിന്നതുര. അവനാണെങ്കിൽ വെളിനാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. അവനെ പഠിപ്പിക്കുന്നതും അവനുള്ള കാശ് അയച്ചു കൊടുക്കുന്നതും എല്ലാം ഹീറോയാണ്.
എന്നാൽ ചേട്ടൻ ഒരു കാലത്ത് ഹിന്ദി ഭാഷയ്ക്കെതിരെ എങ്ങനെയാണോ സമരം ചെയ്തത് അതുപോലെ തന്നെയാണ് അനിയനും ഇപ്പോൾ ചെയ്യുന്നത്. കൂടെയുള്ള സ്റ്റുഡൻറ്റിനെ എല്ലാം കൂട്ടി ഹിന്ദി ഭാഷയ്ക്കെതിരെ പോരാടുകയാണ്. എന്നാൽ തൻ്റെ ചേട്ടൻ ഒരു കാലത്ത് ഹിന്ദി ഭാഷയ്ക്കെതിരെ പോരാടിയ കഥയൊന്നും അനിയന് അറിഞ്ഞുകൂടാ. അനിയൻ ഇങ്ങനെ സമരം ചെയ്യുന്ന കാര്യമൊക്കെ ചേട്ടൻ അറിയുമ്പോൾ ചേട്ടൻ അനിയനെ ഉപദേശിക്കാറാണ് പതിവ്, അങ്ങനെയൊന്നും ചെയ്യാൻ പോകല്ലേ എന്ന്. എന്നാൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഹിന്ദിയെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അത് ചിന്നദുരയെ അറിയിക്കുന്നതോ എംപിയുടെ മകളായ നായികയാണ്. നായകനും നായികയുമായി പ്രണയത്തിലാണെങ്കിലും ഈ കാര്യം നായകന് അറിയില്ല. പതിവ് പോലെ ഹീറോയ്ക്ക് മാസ ശമ്പളം കിട്ടിയപ്പോൾ അതിലെ ഒരു ഭാഗം മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. മുത്തശ്ശി ആ കാശുമായി നേരെ പോസ്റ്റ് ഓഫീസിൽ എത്തുകയാണ്. ചിന്നദുരയ്ക്ക് ചെലവിനുള്ള കാശ് അയച്ചു കൊടുക്കാൻ വേണ്ടി. മുത്തശ്ശി ഫോം ഫില്ല് ചെയ്യാൻ എടുത്തപ്പോഴോ ഫോം ഫില്ല് ചെയ്യേണ്ടത് ഹിന്ദിയിലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ മുത്തശ്ശി അവിടെയുള്ള ഓഫീസർമാരുടെ കയ്യിൽ കൊടുക്കുകയാണ് ഫോം ഫില്ല് ചെയ്യാൻ. അവർക്കും ഹിന്ദി അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു. അങ്ങനെ ചിന്നദുരയ്ക്ക് കാശ് അയച്ചു കൊടുക്കാൻ കഴിയാതെ മുത്തശ്ശി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. ഇങ്ങനെ രാത്രിക്ക് രാമായണം എല്ലാം ഹിന്ദി ഭാഷയിലോട്ട് മാറ്റിയതുകൊണ്ട് പലരും ഹിന്ദി അറിഞ്ഞുകൂടാതെ വലയുന്നുണ്ട്. ഇതിനാൽ കാശ് അയക്കാൻ കഴിയില്ല എന്ന് ചിന്നദുരയും വിളിച്ച് അറിയിക്കുന്നുണ്ട്. ഇത് അറിഞ്ഞ പാടെ തന്നെ ചിന്നദുര അവൻ ഒരു ഗ്യാങ്ങുമായി ചെന്ന് അവൻ പഠിക്കുന്ന സ്ഥലത്തെ പോസ്റ്റ് ഓഫീസ് കത്തിക്കുകയാണ്. അതിനുശേഷം തീ പരവട്ടും എന്ന് സ്വന്തം രക്തം കൊണ്ട് തന്നെ എഴുതി വച്ചിട്ട് പോകുന്നു. ഈ കേസും അന്വേഷിക്കാൻ വരുന്നത് തിരു തന്നെയാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിൻ കത്തിച്ചിട്ട് അതിനകത്തും നീതി പരവട്ടും എന്ന് എഴുതി വച്ചിരുന്നു. അതുകൊണ്ട് ആ ടീം തന്നെയാണോ ഇത് ചെയ്തത് എന്ന് തിരുവിന് സംശയം തോന്നുന്നുണ്ട്. പക്ഷെ അവർ ഫയർ ചെയ്യാൻ ഉപയോഗിച്ച ഗ്ലാസ് ബോട്ടിൽ മണപ്പിച്ചു നോക്കുമ്പോൾ ഫയർ ചെയ്യാൻ ഉപയോഗിച്ചത് പഴയ കെമിക്കൽ അല്ല എന്നും ഇത് ഏതോ പുതിയ ടീമാണ് എന്നും തിരുവിന് മനസ്സിലാകുന്നു. ഇതിനിടയ്ക്ക് ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ദിവസത്തിന്റെ അന്ന് ചില ഹിന്ദിയെ എതിർക്കുന്ന ആൾക്കാർ കരിങ്കൊടി കാണിക്കാൻ പോവുകയാണ് എന്ന് തിരുവിന് നിർദ്ദേശം കിട്ടുകയാണ്. ഇത് തന്നെയാണ് ബെസ്റ്റ് ടൈം എന്ന് തീരുമാനിക്കുന്ന തിരു മുകളിൽ നിന്നും ഷൂട്ടിംഗ് ഓർഡർ വാങ്ങിക്കുകയാണ്. ഹിന്ദിക്കെതിരെ പോരാടുന്നവരെ വെടിവെച്ച് കൊല്ലാൻ. ഇത് മാത്രമല്ല, ഹിന്ദിക്കെതിരെ പോരാടാൻ സാധ്യതയുള്ള വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളെ വരെ റിപ്പബ്ലിക് ദിനത്തിന് മുമ്പ് മുൻകൂറായി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നാലും അന്ന് കരിങ്കൊടി പൊക്കുമെന്ന് ചിന്നദുരയും ടീമും തീരുമാനമെടുക്കുന്നു. എന്നാൽ ഈ കാര്യം ഹീറോ അറിയുന്നു. തൻ്റെ അനിയനായ ചിന്നദുരയുടെ അടുത്ത് വന്ന് പറയുന്നു ഇതൊന്നും വേണ്ട എന്ന്. പക്ഷേ എത്ര പറഞ്ഞിട്ടും ചിന്നദുര കേൾക്കുന്നില്ല. തൻ്റെ അനിയൻ സമരത്തിന് പോയി ആപത്തിൽ ചെന്ന് പെടാതിരിക്കാൻ അവനെ അടിന്ന് അടിച്ച് അവനെ എഴിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ട് ഹീറോ TTRന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഹീറോ തന്നാലാവുന്ന വിധം ഹിന്ദിയിൽ തന്നെ മറുപടി പറയുന്നുണ്ട്. പക്ഷേ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദിയിൽ മറുപടി പറയാത്തത് കൊണ്ട് ഹീറോയ്ക്ക് ആ ജോലി കൊടുക്കുന്നില്ല. ആഗ്രഹിച്ച ജോലി കിട്ടാത്തതിൽ ഹീറോയുടെ മൈൻഡ് ജീവിതം തന്നെ വെറുത്ത രീതിയിലാവുകയാണ്. ഈ ദുഃഖത്തിൽ വീട്ടിലേക്ക് പോകാൻ പോകുന്ന സമയത്ത് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് CM വന്നിറങ്ങുന്നുണ്ട്. CM വന്ന ഉടനെ തന്നെ ഒരു സ്റ്റുഡന്റ് അവരുടെ കാലിൽ വന്ന് വീണ് കരയുന്നുണ്ട്. എന്തുപറ്റി, എന്തിനാണ് ഈ പയ്യൻ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ UPSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഹിന്ദിയിൽ മാത്രമാണുള്ളത്, അത് തമിഴിൽ ഇല്ല എന്നും ഞാൻ തമിഴ് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എനിക്ക് ആ എക്സാം കറക്റ്റായി എഴുതാൻ പറ്റിയിട്ടില്ല എന്നും ഹിന്ദിക്കാർക്ക് മാത്രമാണ് ആ എക്സാം എഴുതാൻ പറ്റിയതെന്നും അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇതിനൊരു പരിഹാരം കേന്ദ്രത്തിനോട് പറഞ്ഞ് കണ്ടെത്തണമെന്ന് CMനോട് അവൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്നാൽ CM ഇതൊന്നും ഒരു മൈൻഡേ വയ്ക്കാതെ ഈ പ്രാന്തനെ പിടിച്ച് മാറ്റാൻ പറയുന്നു. ഇത് ആ പയ്യന് നല്ല രീതിയിൽ ഹെർട്ടാകുന്നു. അവൻ സ്റ്റേഷന്റെ മുന്നിൽ തീ കൊളുത്തി മരിക്കുന്നു. ഇത് നേരിൽ കാണുന്ന ഹീറോയുടെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നു. കാരണം ഹീറോ ചെന്നൈയിലേക്ക് ഇന്റർവ്യൂവിന് വന്നപ്പോൾ ഈ പയ്യനും ആ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിരുന്നു. ഹീറോയുടെ കയ്യിൽ നിന്നാണ് അവൻ പേന വാങ്ങിച്ചിട്ട് എക്സാം എഴുതാൻ പോയത്. ഇപ്പോൾ ആ പേന കൊണ്ട് അവൻ ലെറ്റർ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം കാണുന്ന ഹീറോയുടെ മനസ്സ് വേദന കൊണ്ട് പുളയുന്നുണ്ട്. ഈ സമയം CM തൻ്റെ പാർട്ടി ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. CM വന്നതുകൊണ്ട് അവിടെ പാർട്ടിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ നേരത്ത് ഹിന്ദിയെ എതിർക്കുന്നവർ കരിങ്കൊടി കാണിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഒരു കടയിലും കറുത്ത നിറത്തിലുള്ള ഒന്നും വിൽക്കാൻ പാടില്ല എന്ന് നിരോധനം വരെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇങ്ങനെ പ്രതിഷേധിക്കാനോ കരിങ്കൊടി കാണിക്കാനോ പോവാതിരിക്കാൻ വേണ്ടിയായിരുന്നു നായകൻ ചിന്നദുരയുടെ കാല് തല്ലിയൊടിച്ചത്. എന്നാൽ ചിന്നദുരൈ തൻ്റെ വയ്യാത്ത കാലും വെച്ച് തൻ്റെ ഗ്യാങ് മൊത്ത് പാർട്ടി ഓഫീസിന്റെ മുകളിൽ കയറി
കറുത്ത തുണി ഇല്ലാത്തത് കൊണ്ട് കാർബൺ പേപ്പർ താഴേക്ക് വിതറുകയാണ്. ഇത് കണ്ട് പ്രകോപിതരായ CMന്റെ പാർട്ടിക്കാർ ചിന്നദുരയെ വളഞ്ഞിട്ട് പിടിക്കുകയും ചിന്നദുരയെ കൊല്ലാൻ ശ്രമിക്കുകയുമാണ്. ഈ സമയത്താണ് വലിയൊരു ശബ്ദത്തോടു കൂടി ഒരു സ്ഫോടനമുണ്ടാകുന്നു. അതോടുകൂടി ചിന്നദുരയെ കൊല്ലാൻ ശ്രമിച്ചവരെല്ലാം അവിടെ നിന്ന് ചിതറി ഓടുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് വേറെ ആരുമായിരുന്നില്ല, നായകൻ തന്നെയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യുന്നത് നായകൻ നേരിൽ കാണേണ്ടി വന്നില്ലേ? അതിനുശേഷം നായകൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. ഇനിയും സ്വന്തം ഭാഷയ്ക്ക് വേണ്ടിയും നാട്ടിലുള്ളവർക്ക് വേണ്ടിയും ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാനേ പറ്റില്ല എന്നുള്ള കാര്യം നായകന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ് ഭാഷയ്ക്ക് വേണ്ടി നായകൻ സമരത്തിന് മുന്നിട്ടിറങ്ങാൻ തയ്യാറാകുന്നു. ഈ സമയത്താണ് ചിന്നദുരയ്ക്കും മനസ്സിലാകുന്നത് മുൻകാലത്ത് ഹിന്ദി ഭാഷയ്ക്കെതിരെ പോരാടിയ ആ വലിയ നേതാവ് തൻ്റെ ചേട്ടനായിരുന്നു എന്ന്. നായകൻ പിന്നെയും കെമിക്കൽ ബോംബ് എറിയുകയും അതിൻ്റെ ഫലമായുണ്ടായ വലിയ സ്ഫോടനത്തിൻ്റെ ഒച്ചയിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റു രാഷ്ട്രീയക്കാരെല്ലാം നാലു വഴിക്ക് ഓടുകയും ചെയ്യുന്നു. ഈ ഗ്യാപ്പിൽ ഹീറോയുടെ ആൾക്കാരെ എല്ലാം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. ഈ സംഭവം എല്ലാം നടന്നതിന് ശേഷമാണ് ഓഫീസറായ തിരു അവിടെ എത്തുന്നത്. അവിടെ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച ബോട്ടിലുകൾ മണപ്പിച്ചു നോക്കിയ തിരുവിന് ഒരു കാര്യം മനസ്സിലാകുന്നു. 6 വർഷത്തിനു മുമ്പ് ട്രെയിനിൽ സ്ഫോടനം നടത്തിയ അതേ കെമിക്കൽ തന്നെയാണ് ഇവിടെയും സ്ഫോടനം നടത്താൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അന്ന് ആ ട്രെയിനിൽ സ്ഫോടനം നടത്തിയ അതേ ആൾ തന്നെയാണ് ഇന്ന് ഇവിടെയും സ്ഫോടനം നടത്തിയിരിക്കുന്നത് എന്ന് തിരുവിന് മനസ്സിലാകുന്നു. ചിന്നദുരയും നായകന്റെയും ടീം അവർ നടത്തിയ പോരാട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നുവെങ്കിലും ഇവരെ പോലെ തന്നെ മറ്റൊരു ടീം മറ്റൊരു സ്ഥലത്ത് ഹിന്ദി ഭാഷയ്ക്കെതിരെ പോരാട്ടം നടത്തിയിരുന്നു. പക്ഷേ ആ ടീമിലെ 2 പേർ കൊല്ലപ്പെടുന്നു. ഇതറിയുന്ന നായകന്റെ അനിയനായ ചിന്നദുര ഇതിനെതിരെ പ്രതിഷേധിക്കാൻ പോലീസിൽ നിന്നും പെർമിഷൻ ചോദിക്കുന്നു. എന്നാൽ സാധാരണ പെർമിഷൻ കൊടുക്കാത്ത പോലീസ് അന്ന് പെർമിഷൻ കൊടുക്കുന്നു. അതായത് 26-ാം തീയതി ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അവരെ അന്ന് വകവരുത്തും, അത് ഉറപ്പാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോലീസ് പെർമിഷൻ കൊടുക്കുന്നത്. ഇത് മനസ്സിലാക്കുന്ന ഹീറോ 26-ാം തീയതി നടത്താനിരുന്ന പ്രതിഷേധം 27-ാം തീയതി നടത്താൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടിയുള്ള പെർമിഷൻ 27-ാം തീയതി രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഹീറോ വാങ്ങിക്കാൻ വേണ്ടി പോകാമെന്ന് പറയുന്നു. തിരിച്ചു വരുന്നതുവരെ ഒരു പ്രതിഷേധ പരിപാടിയും നടത്തരുത് എന്ന് ഹീറോ അനിയൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടാണ് പോകുന്നത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ വാങ്ങിക്കാൻ പോയ ഹീറോയെ സ്റ്റേഷന്റെ അകത്തോട്ട് പോലും കയറ്റാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് സമയം ഹീറോയ്ക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. പെർമിഷൻ വാങ്ങിക്കാൻ പോയ ഹീറോയെ ഒരുപാട് സമയമായിട്ടും കാണാത്തത് കൊണ്ട് അനിയനായ ചിന്നദുര കൂടെയുണ്ടായിരുന്ന ആൾക്കാരെയും കൂട്ടി സമരം ചെയ്യാൻ ഇറങ്ങുകയാണ്. എന്നാൽ അന്ന് പോലീസിന്റെ പ്ലാനേ വേറെയായിരുന്നു. 144 ജനങ്ങളെ അറിയിക്കാതെ പ്രഖ്യാപിക്കുകയും ഇതറിയാതെ ജനങ്ങൾ പുറത്ത് പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്കെതിരെ വെടിയുതിർക്കാനുമായിരുന്നു പോലീസ് പ്ലാൻ ചെയ്തിരുന്നത്. ഈ കാര്യം പോലീസ് സ്റ്റേഷന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്ന ഹീറോ അറിയുകയും എത്രയും പെട്ടെന്ന് അനിയനെയും കൂട്ടരെയും ഈ കാര്യം അറിയിക്കാൻ വേണ്ടി ഹീറോ പാഞ്ഞെത്തുകയുമാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ പ്രതിഷേധിച്ച അവർക്കെതിരെ പോലീസ് വെടി ഉതിർത്തിരുന്നു. പ്രതിഷേധക്കാർ വിചാരിച്ചിരുന്നത് റബ്ബർ ബുള്ളറ്റ് കൊണ്ടായിരിക്കും ആദ്യം വെടിവെക്കുന്നത് എന്ന്. എന്നാൽ പോലീസ് ആദ്യമേ ഒറിജിനൽ ബുള്ളറ്റ് കൊണ്ട് പ്രതിഷേധക്കാർക്കെതിരെ വെടി ഉതിർത്ത് തുടങ്ങിയിരുന്നു. ഒരുപാട് പ്രതിഷേധക്കാർ വെടികൊണ്ട് തറയിൽ വീഴാൻ തുടങ്ങി. ഇത് കാണുന്ന ഹീറോ തൻ്റെ വെള്ള ഉടുപ്പൂരി വീശി കാണിക്കുന്നു. പ്രതിഷേധക്കാർ പിരിയാൻ തയ്യാറാണെന്നും സമാധാനം ആഗ്രഹിക്കുന്നു എന്നും അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ തിരു വെടിവെക്കാൻ ഓർഡർ ഇട്ടതുകൊണ്ട് തന്നെ പോലീസുകാർ ഇതൊന്നും വകവയ്ക്കാതെ അവർക്കെതിരെ വെടിവെക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഈ വെടിവെപ്പിൽ ഹീറോയുടെ അനിയനായ ചിന്നദുരയ്ക്കും വെടിയേൽക്കുന്നുണ്ട്. ഈ സമയം തന്നെ തൻ്റെ ഉടുപ്പൂരി വീശുന്ന ഹീറോയെ വില്ലനായ തിരുവും കാണുന്നുണ്ട്. അപ്പോൾ തിരുവിന് ഒരു കാര്യം മനസ്സിലാവുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിൻ കത്തിക്കാൻ വന്ന സമരക്കാരുടെ നേതാവിൻ്റെ നെഞ്ചിൽ ഒരു തമിഴ് അക്ഷരം പച്ച കുത്തിയിരുന്നു. അതേ അക്ഷരം ഹീറോയുടെ നെഞ്ചിൽ തിരു കാണുന്നു. തിരുവിന് മനസ്സിലാകുന്നു അന്ന് ട്രെയിൻ കത്തിക്കാൻ വന്ന ആ നേതാവ് ഹീറോ തന്നെയാണ് എന്ന്. ഈ സമയം വെടിയേറ്റ് കിടക്കുന്ന തൻ്റെ അനിയനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഹീറോയെ തിരുവും പോലീസുകാരും കൂടി ചേർന്ന് നല്ലവണ്ണം അടി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. ഇതിനുശേഷം മരണത്തിനോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ചിന്നദുരയെ തിരു കാലുകൊണ്ട് ചവിട്ടി ഓടയിൽ തള്ളിയിടുകയും ചെയ്യുന്നു. സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ഹീറോയെ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട്, കൂടെയുള്ള ആൾക്കാരെയെല്ലാം കാണിച്ചു കൊടുക്കാൻ. എന്നാൽ എങ്ങനെയൊക്കെ അടിച്ചിട്ടും ഹീറോ ഒരാളുടെ പേര് പോലും പറയാൻ തയ്യാറാകുന്നില്ല. അവസാനം അടിച്ചടിച്ച് തിരു തന്നെ തളരുന്നു. താൻ സ്വയം കണ്ടുപിടിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് തിരു അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഹീറോയെ കൊണ്ടുവന്ന ആ പോലീസ് സ്റ്റേഷനിൽ തമിഴ് ഭാഷയ്ക്ക് വേണ്ടി പോരാടുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു പോലീസുകാരൻ ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു.
നായകന് നല്ല രീതിയിൽ അടികൊള്ളുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ആ പോലീസുകാരൻ നായകനെ റിലീസ് ചെയ്തിട്ട് പറയുന്നു, തന്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ട് പോകാൻ പറയുന്നു. നായകൻ അതുപോലെ തന്നെ ചെയ്യുന്നു. ഇതറിയുന്ന തിരുവിന് വലിയ ദേഷ്യം വരികയാണ്. മുറിവേറ്റിട്ടുള്ള ആ പോലീസുകാരൻ തന്നെയാണ് നായകനെ രക്ഷപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കിയ തിരു അയാളെ വെടിവെച്ച് കൊല്ലുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട നായകൻ നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത്. PM-നെ നേരിൽ കാണുക എന്നുള്ളതാണ് നായകൻ്റെ ലക്ഷ്യം. ഡൽഹിയിലും തമിഴ് ഭാഷയ്ക്ക് വേണ്ടി പോരാടുന്നവരുടെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അവരുടെ സഹായത്തോടു കൂടി തിരുവും അവരും ചേർന്ന് രാത്രിക്ക് രാത്രി തന്നെ അവിടെയുള്ള തെരുവുകളുടെ എല്ലാം പേരുകളും ബസ്സിൻ്റെ ബോർഡും എല്ലാം തമിഴ് ഭാഷയിലേക്ക് മാറ്റുന്നു. നേരം വെളുത്തപ്പോഴോ ഹിന്ദി ഭാഷ മാത്രം അറിയാവുന്ന ജനങ്ങൾക്ക് ആകെ മൊത്തം കുഴപ്പമാകുന്നു. റോഡ് മൊത്തം വലിയ ബഹളവും വലിയ കൂട്ടവും നിറയുന്നു. ആ റൂട്ടിലൂടെ കാറിൽ വരുന്ന PM-ന് ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ കാറിൽ മൂവ് ചെയ്യാൻ പറ്റാതെ കുടുങ്ങുകയും നായകന് PM-നെ നേരിൽ കാണാൻ കഴിയുകയും ചെയ്യുന്നു. നായകൻ PM-ന്റെ അടുത്ത് പറയുന്നു, ഹിന്ദി മാത്രം അറിയാവുന്ന ഒരു നാട്ടിൽ തമിഴ് പെട്ടെന്ന് കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെയാണ് തമിഴ് മാത്രം അറിയാവുന്ന തമിഴ്നാട്ടിലേക്ക് ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഹിന്ദിയാക്കി കഴിഞ്ഞാൽ നമുക്കും ഇതിലും അപ്പുറം ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് PM-നെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇതിനെ തുടർന്ന് PM ഹീറോയെയും കൂടെയുള്ളവരെയും PM-ന്റെ സ്ഥലത്ത് കൊണ്ടുപോയി സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഈ ചർച്ചയുടെ ഭാഗമായി PM ഒരു തീരുമാനത്തിലെത്തുന്നു. ഹിന്ദി ഭാഷ നിർബന്ധമാക്കാൻ ആഗ്രഹിക്കാത്തവരുടെ സൈൻ ഒരു പേപ്പറിൽ വാങ്ങിച്ച് അടുത്ത ആഴ്ച താൻ കോയമ്പത്തൂരിലേക്ക് വരുന്നുണ്ട് എന്നും ആ സമയത്ത് തനിക്ക് തരാനും അവിടെ വച്ചുള്ള മീറ്റിംഗിൽ നല്ലൊരു തീരുമാനം എടുക്കാമെന്നും PM നായകന് വാക്കും കൊടുക്കുന്നു. തിരിച്ച് തമിഴ്നാട്ടിലെത്തിയ നായകൻ തമിഴ്നാട്ടിലുള്ള പരമാവധി പേരിൽ നിന്ന് ഒപ്പ് ശേഖരണം നടത്തുന്നുണ്ട്, ഹിന്ദി ഭാഷ നിർബന്ധം ആക്കുന്നതിനെതിരെ. എന്നിട്ട് കോയമ്പത്തൂരിൽ PM മീറ്റിങ്ങിന് വരുന്ന സ്ഥലത്ത് നായകനും നായകൻ്റെ കൂടെയുള്ള തമിഴ് ഭാഷയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്ന എല്ലാ അംഗങ്ങളും കോയമ്പത്തൂരിലേക്ക് തിരിക്കുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വില്ലനായ തിരുവും മനസ്സിലാക്കി വെച്ചിരുന്നു. കോയമ്പത്തൂരിൽ ഇവർ ഏത് സ്പോട്ടിലാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്ന്. കോയമ്പത്തൂരിലേക്ക് വരാൻ വേണ്ടി നായകനും ടീമും പൊള്ളാച്ചിയിലെത്തി അവിടെയുള്ള ഒരാളുടെ റൈസ് മില്ലിലാണ് തങ്ങുന്നത്. പിറ്റേന്ന് രാവിലെ തന്നെ PM-ന് ശേഖരിച്ച ഒപ്പെല്ലാം കൈമാറുന്നതിനെ കുറിച്ച് അവർ രാത്രി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ വാതിലും പൊളിച്ചുകൊണ്ട് ഒരാൾ അകത്തേക്ക് വരുന്നുണ്ട്. എന്താണ് എന്ന് പുറത്തിറങ്ങി നോക്കുമ്പോഴോ പുറത്ത് വലിയൊരു ആൾക്കൂട്ടം തന്നെ കാണുന്നുണ്ട്. മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് ഹിന്ദി ഭാഷയെ നിർബന്ധമാക്കുന്നതിനെതിരെ സമരം ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ഇവർക്ക് സപ്പോർട്ടിന് വേണ്ടി വന്നവരാണ്. ആ കൂട്ടത്തിൽ ആന്ധ്രയിൽ നിന്ന് ഹിന്ദി ഭാഷ എതിർക്കുന്നവരുടെ നേതാവായ റാണയും എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആന്ധ്ര, കർണാടക, ബംഗാൾ എന്നുള്ള പല സ്റ്റേറ്റുകളിൽ നിന്നും പലരും ഈ സമരത്തിന് അനുകൂലമായി വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള ചാക്കോ മാത്രം വന്നിട്ടില്ല എന്ന് നായകൻ പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാ സമരക്കാരും കോയമ്പത്തൂരിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ആ സ്ഥലത്തേക്ക് വില്ലനായ തിരു ഒരു വലിയ പടയുമായി എത്തുന്നുണ്ട്. സമരക്കാർ PM-ന് നിവേദനം കൊടുക്കുന്നത് തടയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തിരു അവിടെ എത്തുന്നത്. തിരു വന്ന വിവരം അറിഞ്ഞ ഉടനെ തന്നെ റൈസ് മില്ലിലുണ്ടായിരുന്ന എല്ലാ സമരക്കാരും ഒരു ഷോർട്ട് കട്ട് വഴി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇങ്ങനെ രക്ഷപ്പെടുന്നവരുടെ കൂടെ ഹീറോ പോകുന്നില്ല. ഹീറോ അവരുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ മുന്നേ പെക്കോളൂ, ഞാൻ പിന്നാലെ വന്നുകൊള്ളാമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സമയം ആ നാട്ടിലുള്ള സാധാരണപ്പെട്ട ജനങ്ങളെ തിരുവിൻ്റെ പോലീസുകാരും ചേർന്ന് ടോർച്ചർ ചെയ്യാൻ ആരംഭിച്ചിരുന്നു. സമരക്കാരുടെ നേതാവായ നായകനെ കണ്ടെത്താൻ വേണ്ടി ഹിന്ദി ഭാഷയ്ക്കെതിരെ പോരാടുന്ന സമരക്കാരെയും ആ നാട്ടുകാരെയും എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്തിട്ടും നായകൻ എവിടെയാണെന്ന് മാത്രം അവർ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം തിരു ഇവരെയൊക്കെ ഓരോരുത്തരെയായി വെടിവെച്ച് കൊല്ലാൻ തുടങ്ങുകയാണ്. ഇത് കാണുന്ന നായകൻ ഒരു വാനിൽ സ്വയം അവിടെ സറണ്ടർ ആകുന്നു. ആ വാനിൽ ഒരുപാട് പേപ്പറും ഉണ്ടായിരുന്നു. ഈ പേപ്പറുകൾ PM-ന് കൊടുക്കേണ്ട സൈൻ ചെയ്ത പേപ്പറുകളാണെന്ന് കരുതി തിരു ആ വാനടക്കം കത്തിക്കുന്നു. അപ്പോഴാണ് തിരുവിന് മനസ്സിലാകുന്നത് അത് വെറും പേപ്പർ മാത്രമായിരുന്നു എന്ന്. ഇതിനുശേഷം നായകനെ നല്ല രീതിയിൽ തിരു ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു. ഈ സൈൻ ചെയ്ത പേപ്പറുകൾ എവിടെയാണ് എന്നറിയാൻ. ഈ സമയം ഒരു ട്രെയിൻ പോകുന്ന ശബ്ദം കേൾക്കുന്ന തിരുവിന് കാര്യം മനസ്സിലാകുന്നു. ആ പേപ്പറുകളെല്ലാം ആ ട്രെയിനിലാണല്ലേ നീ കടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നായകനെ ഒരു പോലീസുകാരനെ ഏൽപ്പിച്ചിട്ട് തിരു അങ്ങോട്ട് പോകുന്നു. അതേസമയം വേറെ സ്ഥലത്ത് നിന്ന് വന്ന സമരക്കാർ ഒരു ലോറിയിലേറി PM-ന്റെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ ചേസ് ചെയ്യുകയാണ്. ഈ പോലീസുകാരെ തിരിച്ചുവിടാൻ വേണ്ടി ആ ലോറിയിലുണ്ടായിരുന്ന റാണ ആ ലോറിയിൽ നിന്ന് ചാടി വേറൊരു ദിശയിലേക്ക് ഓടുന്നു. റാണയുടെ പുറകെ പോയ പോലീസുകാർ റാണയെ വെടിവെച്ച് കൊല്ലുന്നു.
ഇതേ സമയം ട്രെയിനിനെ ഫോളോ ചെയ്ത് പോയ തിരു ട്രെയിനിനകത്തേക്ക് ജമ്പ് ചെയ്ത് കയറുകയും ട്രെയിനിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന PM കൊടുക്കാൻ വെച്ചിരിക്കുന്ന സൈൻ ചെയ്ത പേപ്പറുകളെല്ലാം കാണുകയും ചെയ്യുന്നു. ഉടനെ തന്നെ അടുത്ത സ്റ്റേഷനിലേക്ക് കോൾ ചെയ്ത് ട്രെയിനിനെ നിർത്താൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടും ട്രെയിൻ നിൽക്കുന്നില്ല. ട്രെയിൻ നിൽക്കാത്തത് കൊണ്ട് ആ സ്റ്റേഷനിലെ സ്പെഷ്യൽ ഓഫീസറെ നോക്കുമ്പോഴോ ആ ഓഫീസർ തിരുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, ഈ സമരത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള ചാക്കോ മാത്രം വന്നില്ലല്ലോ എന്ന് നായകൻ പറയുന്നുണ്ടല്ലോ, ആ ചാക്കോ തന്നെയാണ് ആ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ചാക്കോ ആയി ക്യാമിയോ റോളിൽ വരുന്നത് ബേസിൽ ജോസഫാണ്. ഇതേ ചാക്കോ നായകൻ സിനിമയുടെ തുടക്കത്തിൽ ഒരു ട്രെയിൻ കത്തിക്കുന്നുണ്ടല്ലോ, ആ ട്രെയിൻ കത്തിക്കാനും നായകന്റെ ഒപ്പമുണ്ടായിരുന്നു. വില്ലനായ തിരു നോക്കി നിൽക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിലേക്ക് കേരളത്തിൽ നിന്ന് ഹിന്ദി ഭാഷയ്ക്കെതിരെ ശേഖരിച്ച ജനങ്ങളുടെ ഒപ്പുവെച്ച പേപ്പർ കെട്ടുകൾ ആ ട്രെയിനിലേക്ക് ചാക്കോ എടുത്തിടുകയാണ്. ഇതേ സമയം തന്നെ നായകൻ ട്രെയിനിലേക്ക് ചാടി കയറുകയും ചെയ്യുന്നു. തിരു അറസ്റ്റ് ചെയ്ത നായകൻ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരു നായകനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരു ഓഫീസറെ ഏൽപ്പിച്ചിട്ടാണല്ലോ തിരു വരുന്നത്. ആ ഓഫീസർ വേറെ ആരുമായിരുന്നില്ല, അത് നായകന്റെ കൂട്ടുകാരനായ ചാക്കോയായിരുന്നു. തിരു ട്രെയിനിനെ ഫോളോ ചെയ്യുന്ന ഗ്യാപ്പിൽ ചാക്കോയും നായകനും ട്രെയിൻ എത്തിച്ചേരാൻ സാധ്യതയുള്ള അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തുകയായിരുന്നു. നായകനെ നേരിൽ കണ്ട തിരു നായകനെ കൊല്ലാൻ ശ്രമിക്കുന്നു. തിരുവും നായകനും തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുന്നു. മറ്റൊരു സ്ഥലത്ത് PM മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നായകന്റെ വരവും കാത്ത് ഇരിക്കുകയാണ്. ഒരുപാട് സമയമായിട്ടും നായകനെ കാണാത്തതുകൊണ്ട് PM തിരിച്ച് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. എന്നാൽ ഈ സമയം കോയമ്പത്തൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്ന ട്രെയിനിൽ നായകനും തിരുവും തമ്മിലുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജനങ്ങളുടെ ഒപ്പ് ശേഖരിച്ച പേപ്പറുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി തിരു ട്രെയിനിന്റെ എഞ്ചിൻ കത്തിക്കുന്നു. തിരുവിനെ നായകൻ ആ കത്തിക്കൊണ്ടിരിക്കുന്ന എഞ്ചിനിലേക്ക് തള്ളിയിടുന്നു. അതിനുശേഷം കത്തിക്കൊണ്ടിരിക്കുന്ന ആ എഞ്ചിന്റെ ബോഗി മാത്രം ട്രെയിനിൽ നിന്നും നായകൻ വേർപെടുത്തി വിടുന്നു. ആ ബോഗി പാളം തെറ്റി മറിയുകയും തിരു മരണപ്പെടുകയും ചെയ്യുന്നു. ബാക്കിയുണ്ടായിരുന്ന ട്രെയിനിന്റെ ബോഗികൾ റെയിൽവേ സ്റ്റേഷനിൽ പതുക്കെ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയം അവിടെ കൂടിയ ആ സ്റ്റേറ്റിലെയും മറ്റ് സ്റ്റേറ്റിലെയും സമര പോരാളികളെല്ലാം കൂടി അവർ ഒപ്പുവെച്ച പേപ്പറെല്ലാം ശേഖരിച്ച് നേരെ PM സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഈ നിവേദനങ്ങളെല്ലാം PM ഒന്ന് അനലൈസ് ചെയ്തതിനു ശേഷം അവർ ഒരു തീരുമാനമെടുക്കുന്നു. ഇനി എല്ലാവർക്കും അവരവരുടെ ഭാഷയിൽ തന്നെ പഠിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും സെക്കൻഡ് ലാംഗ്വേജായി ഇംഗ്ലീഷ് ഇരിക്കുമെന്നും പറയുന്നു. ഇതിനുശേഷം തമിഴ്നാട്ടിൽ CM ആയി വന്ന അണ്ണാദുരൈ പുതിയൊരു നിയമം കൂടി കൊണ്ടുവരുന്നു. ഇനി തമിഴ്നാട്ടിൽ 3 ഭാഷ പഠിക്കേണ്ട ആവശ്യമില്ല, തമിഴും ഇംഗ്ലീഷും മാത്രം പഠിച്ചാൽ മതി എന്നുള്ള നിയമവും അവിടെ കൊണ്ടുവരുന്നു. ഇതോടുകൂടി സിനിമയും അവസാനിക്കുന്നു.